സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ പറയുന്ന കാര്യം അല്പം ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്കാണ് ഇന്ത്യ സ്കാൻ ആദ്യം ശ്രദ്ധിക്കുന്നത്. 4 വർഷമായി ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾക്കെതിരെയുള്ള കേസിലെ കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമച്ചതാണെന്നാണ് ഇദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പ്രതികൾക്കെതിരെ NIA അടക്കമുള്ളവർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ എവിടെ എപ്പോൾ നടന്നു എന്നതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള പ്രതിപാദനവും കേസിന്റെ ഫയലിൽ എവിടെയും ഇല്ലത്രേ. തീയതിയും സമയവും ഇല്ലാത്ത കേസ് എങ്ങനെയാണ് നിലനിൽക്കുക എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. നിയമവിരുദ്ധ സംഘടന എന്ന പേരിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ളതെങ്കിലും അത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള കേസും നിരോധനത്തിന് മുൻപ് ഇവരുടെ പേരിൽ ഡൽഹിയിലോ മറ്റോ ചുമത്തിയിട്ടില്ലത്രേ. നിയമവിരുദ്ധ സംഘടനയെന്ന് പ്രഖ്യാപിക്കപ്പെട്ടവർ പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് തീവ്രവാദ സംഘടനയായി മാറിയത് എന്നതിനെക്കുറിച്ചും രേഖകൾ നിശബ്ദത പാലിക്കുകയാണത്രേ. ഇതിനാസ്പദമായ സംഗതികളും പ്രവൃത്തികളും പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്ന് കാണിക്കാൻ FIRൽ ഉദ്ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിലുമുണ്ട് തമാശ. ഒരേ സംഭവം 6 സംസ്ഥാനങ്ങളിൽ സംഭവിച്ചതായാണ് രേഖകൾ കാണിക്കുന്നത്. അതായത് ഒരേ സംഭവം നടന്നു എന്ന പേരിൽ 6 സംസ്ഥാനങ്ങളിലായി വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇന്ത്യൻ നിയമപ്രകാരം ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അഡ്വക്കേറ്റ് S. ബാലൻ പറയുന്നത്. കർണാടക ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് ഇദ്ദേഹം. കേസിന്റെ FIR സൂചിപ്പിക്കുന്നത് ഈ സംഘടനയുടെ നേതാക്കൾ ഭാവിയിൽ എന്തിനൊക്കെയോ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു എന്നാണ്. സ്വപ്നങ്ങൾ കാണുന്നത് എന്തിനെ കുറിച്ചായാലും അതൊന്നും കുറ്റകരമാവുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭരണകൂടം അവർക്ക് മാത്രം അറിയാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് ഇത്തരത്തിലൊരു കേസ് കെട്ടിച്ചമക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മുൻപ് ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ കേട്ടിട്ടുള്ള തരത്തിലുള്ള ഇടപെടലുകളാണ് ഭരണകൂടത്തിന്റെ ഏജൻസികളായി നിൽക്കുന്ന അന്വേഷണ സംഘങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പുകൾ നടത്തിയെന്നൊരു കേസില്ലേ എന്ന പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഏത് പാർട്ടിക്കാരാണ് പ്രവർത്തകർക്കായി ക്യാമ്പുകൾ സംഘടിപ്പിക്കാത്തത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പാർട്ടിയുടെ ആശയം പഠിപ്പിക്കാൻ ക്യാമ്പുകളും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുന്നത് ഒരിക്കലും ഒരു കുറ്റകൃത്യമല്ല. പേന കൊണ്ടുള്ള പരിശീലനം എവിടെയാണ് കുറ്റകൃത്യമാവുന്നത് എന്നും ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. പത്രപ്രവർത്തകർക്ക് മുന്നിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു. പ്രതികളായ ആളുകളെ താൻ സന്ദർശിച്ചിരുന്നുവെന്നും അവരുടെയൊക്കെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണെന്നും തൂക്കം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് എന്നുമൊക്കെ. ഭരണകൂടത്തിന്റെ നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ബലിയാടുകളായി വിചാരണ കാത്ത് ജയിലിൽ കഴിയുന്ന നിരവധി പേരെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടി സംസാരിച്ചതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കൂടി പുറത്തു വരുന്നത്. നീതിന്യായ സംവിധാനത്തെ മറികടന്ന് ഭരണകൂടം നടത്തുന്ന അന്യായമായ ഇടപെടലുകൾ ഇല്ലാതാവുന്നത് കുറെ മനുഷ്യരുടെ ജീവനാണ്. തങ്ങൾക്ക് മുന്നിലെത്തിയ രേഖകളിൽ മനുഷ്യർ അനന്തമായി ജയിലിലിടാൻ പറ്റുന്ന യാതൊന്നുമില്ലെന്ന് മനസ്സിലായിട്ടും നിസ്സഹായരാണോ ന്യായാധിപന്മാർ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് ഇവിടെ. FIRൽ ഒഴിഞ്ഞ കോളങ്ങളും തെറ്റായ വിവരങ്ങളും അടിസ്ഥാന നിയമങ്ങളുടെ ലംഘനങ്ങളും എല്ലാം കൂടി ഇല്ലാതാക്കുന്നത് നിരവധി മനുഷ്യരുടെയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അനവധി പേരുടെയും ജീവിതമാണ്. അതിലെല്ലാം ഉപരി നമ്മുടെ പ്രപിതാക്കൾ പരിശുദ്ധമെന്ന് കരുതിയ ഭരണഘടനയിൽ കൊത്തിവെക്കപ്പെട്ട അമൂല്യ സങ്കല്പങ്ങളും. മതം മാറി മുസ്ലിമായവർക്ക് OBC സംവരണം കൊടുക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ. 2016 ഇസ്ലാമിലേക്ക് മാറിയ N. പരമശിവം എന്നയാളുടെ കേസിലായിരുന്നു ഹൈക്കോടതി വിവാദമായ വിധി പ്രസ്താവിച്ചത്. GR സ്വാമിനാഥൻ, PB ബാലാജി തുടങ്ങിയവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഒറിജിനൽ ജാതി സ്വത്വം നഷ്ടപ്പെടുമെന്ന പേരിൽ ഇത്തരക്കാരായ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാനാവില്ല എന്ന് വിധിച്ചത്. വിധിക്കെതിരെ വിശാല ബെഞ്ചിനെ സമീപിച്ചാൽ മതിയായിരുന്നു, സുപ്രീം കോടതിയിൽ പോകേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം നേതാക്കളും തമിഴ്നാട്ടിലുണ്ട്. N. പരമശിവം മതം മാറി സമീർ അഹമ്മദ് എന്ന പേര് സ്വീകരിക്കുകയും മുസ്ലിം യുവതിയെ വിവാഹം ചെയ്ത് 2 കുട്ടികളുടെ പിതാവാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം മുസ്ലിം ലബ്ബ എന്ന് അവകാശപ്പെട്ട് പിന്നാക്ക സമുദായ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചപ്പോഴാണ് തഹസീൽദാർ അപേക്ഷ തള്ളിയത്. തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയിൽ റിട്ട് നൽകുകയും സർക്കാർ അദ്ദേഹത്തിന്റെ വാദത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുകയായിരുന്നു. അതായത് പിന്നാക്ക ജാതിയിൽ നിന്നോ അതിപിന്നാക്ക ജാതിയിൽ നിന്നോ പട്ടികജാതിയിൽ നിന്നോ മതം മാറി ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ പിന്നാക്ക ജാതിക്കാരായ മുസ്ലിങ്ങളായി പരിഗണിക്കണമെന്നായിരുന്നു സർക്കാർ നിലപാട്. അതുവഴി അവർക്ക് സംവരണത്തിന് അർഹത നേടാമായിരുന്നു. പക്ഷെ ഇക്കാര്യം ഹൈക്കോടതി അനുവദിച്ചില്ല. തങ്ങളുടെ മതത്തിൽ ജാതി വ്യത്യാസമില്ലെന്നും സാമൂഹിക സമത്വമുള്ള മതമാണ് എന്നുമാണ് മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മറ്റു മതങ്ങളിലുള്ള ആളുകൾ ഇത്തരത്തിൽ വിശ്വസിപ്പിച്ച് മതം മാറ്റിയ ശേഷം ഇസ്ലാമിൽ പിന്നാക്ക ജാതിക്കാരുണ്ടെന്നും അവർക്ക് സംവരണം വേണമെന്ന് അവകാശപ്പെടുന്നതും
അനുവദിക്കാനാവില്ലെന്നായിരുന്നു കോടതിയുടെ നിലപാട്. അത് ഖുർആനെതിരായ നിലപാടാകുമെന്നും കോടതി പറയുകയുണ്ടായി. ഇതിനെല്ലാം ഉപരിയായി ഇസ്ലാം മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മതമാണെന്ന പരാമർശവും വിധി പ്രസ്താവത്തിലുണ്ട്. ഈ കേസിൽ വിധി പറയാൻ അത്തരം പരാമർശമൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന വാദവും തമിഴ്നാട്ടിൽ നിന്നും കേൾക്കുന്നുണ്ട്. സാമൂഹികമായ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിൽപ്പെട്ടവർ ഇസ്ലാമിലേക്ക് മതം മാറിയാൽ അവർക്ക് സംവരണം കിട്ടുന്ന തരത്തിൽ നിയമമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ഇവർ വാദിക്കുന്നുണ്ട്. കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് GR സ്വാമിനാഥനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംബന്ധിക്കുന്ന കേസുകൾ കേൾക്കുന്നതിൽ നിന്നും ഇദ്ദേഹത്തെ തടയണം എന്ന ആവശ്യവും ശക്തമാണ്. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത മുൻ സുപ്രീം കോടതി ജഡ്ജി രഞ്ജൻ ദേശായിയുടെ നേതൃത്വത്തിൽ മഹാരാഷ്ട്രയിലും ഏക സിവിൽ കോഡിന്റെ കരട് രൂപീകരിക്കാൻ 7 സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നു. ഉത്തരാഖണ്ഡാണ് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം. ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പഠിച്ച് വരുന്ന ശീതകാല സമ്മേളനത്തിൽ വെച്ച് നിയമം പാസാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം മതന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന ഈ നിയമത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 7 സമിതിയിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നും ആരുമില്ല എന്ന വിമർശനം ഇതിനകം ഉയർന്നു കഴിഞ്ഞു. മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്നും പ്രതിനിധികൾ ഉൾപ്പെടുത്തണമെന്നും അവരോട് ഇക്കാര്യത്തിൽ പൊതു അഭിപ്രായം തേടണമെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് സുബൈർ എക്സിലിട്ട ഒരു വീഡിയോ ആണ് ഇനി. നിങ്ങളുടെ ആളുകൾക്ക് കൊടുക്കുന്ന പരിശീലനം ഞങ്ങളുടെ നാട്ടിലെ യുവാക്കൾക്കും വേണം. സംഘത്തിന്റെ ആളുകൾക്ക് അത് നൽകാനാകുമോ എന്ന് 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നോട് ചോദിക്കാറുണ്ട് എന്നാണ് RSS നേതാവ് മോഹൻ ഭാഗവത് പറയുന്നത്. ഈ തലക്കെട്ടോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് രസകരം. കണ്ടു നോക്കൂ. ഈ പരിശീലനം നമുക്ക് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് തോന്നിപ്പോയാൽ ഇന്ത്യ സ്കാൻ ഉത്തരവാദികളല്ല എന്ന മുന്നറിയിപ്പോടെ അടുത്ത ആഴ്ച കാണാമെന്ന പ്രതീക്ഷയിൽ ആ വീഡിയോയിലേക്ക്. भारत माता की हर हर हिंदुओं का हिंदुस्तान, भारत माता की हिंदुओं का हिंदुस्तान.